പാകിസ്ഥാന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. സത്യത്തിൽ ശത്രുവിന് പോലും ഇങ്ങനെ വരരുത് എന്ന് ആഗ്രഹിച്ചാൽ ഇവന്മാർക്ക് ഇങ്ങനെ തന്നെ വരണം എന്ന് ആഗ്രഹിക്കും. നമുക്കറിയാം പാക് അധീന കാശ്മീരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങിക്കൊണ്ട് അവാമി കൗൺസിൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് POKയിലെ ജനങ്ങൾ മുഴുവൻ തെരുവിലാണ്. ഷഹബാസ് ഷെരീഫൊക്കെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം അവിടുത്തെ വൈദ്യുതി വിച്ഛേദിക്കുന്നു, ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നു. കാരണം ജനങ്ങളുടെ ഈ ഒരു വലിയ പ്രതിഷേധത്തെ താങ്ങാൻ കഴിയാതെ പാകിസ്ഥാൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇവന്മാർക്ക് ഭീകരരെ മാത്രമേ വളർത്താനേ അറിയാവൂ. ഇപ്പോൾ ഒരു പ്രതിഷേധമുണ്ടായാൽ അതിനെ എങ്ങനെ തീർക്കണമെന്നോ അതെങ്ങനെ സമാധാനപരമായി അവസാനിപ്പിക്കണമെന്നോ ഇവന്മാർക്കറിയില്ല. കാരണം സമാധാനം എന്ന് പറയുന്ന അറിയാത്ത ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതായത് ഭീകരരെ വളർത്തുക, ഭീകരരെ പാലൂട്ടി വളർത്തുക, ഭീകരർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരിക, പിന്നെ ചെറുപ്പത്തിലെ അവരെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഭീകരരാക്കുക എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നെറികെട്ട രീതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞതാണ് POK അതെപ്പോഴായാലും നമ്മുടെ അടുത്ത് തന്നെ വരും. അതിൻ്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ആയുധങ്ങൾ എടുത്ത് പോരാടാൻ പോണ്ട, നമ്മൾ വെല്ലുവിളികൾ നടത്തണ്ട, നമ്മൾ കരുതിയിരിക്കേണ്ട, ഇതൊന്നും വേണ്ട. POK നമ്മളിലേക്ക് തന്നെ വരും. പറഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ POKയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ജനങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങളെ അവഗണിക്കുന്നു, ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, ഞങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് 12 അംഗങ്ങൾ ഞങ്ങളുടെ നിയമസഭയിൽ നിന്ന് ഞങ്ങൾക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ POKയിൽ നിന്ന് പലായനം ചെയ്ത് പാകിസ്ഥാനിൽ പോയി സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്നുള്ളൊരു നിയമം പാകിസ്ഥാൻ കൊണ്ടുവന്നു. അങ്ങനെ മത്സരിക്കുന്നവർ നമുക്ക് വേണ്ടി, നമ്മുടെ വികസനത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്? സ്വാഭാവികമായ ചോദ്യമാണ്. അപ്പോൾ അവർ മുഴുവൻ അവിടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ അറഞ്ചം പുറച്ച തീർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതാണ്. അതായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിലാണ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് പുറത്ത് കാർ ബോംബ് സ്ഫോടനത്തിൽ 13 മരണം. അതായത് പാകിസ്ഥാനിലെ തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിലാണ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് പുറത്ത് കാറ് പൊട്ടിത്തെറിച്ച് 13 മരണമെന്നാണ്. സ്ഫോടനത്തിൽ 32 പേർക്കാണ് പരിക്കേറ്റത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനാലകൾ തകർന്നതായി പാക് മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആശുപത്രികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രവിശ്യയിലെ ആരോഗ്യമന്ത്രി ബഹൻ കാക്കർ പറയുന്നു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പ്രദേശത്തെ വെടിയൊച്ചകൾ കേട്ടത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. രക്ഷാപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പ്രദേശം സുരക്ഷാസേന വളഞ്ഞതായും തിരച്ചിൽ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന നിരോധിത സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആക്രമണം കാരണം ബലൂചിസ്ഥാൻ വളരെ കാലമായി പ്രക്ഷുബ്ധമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാന്റെ പാകിസ്ഥാൻ പ്രവിശ്യയിലുള്ള ബലൂജിന്റെ സ്ഥലത്താണ്, അതായത് ബലൂചിസ്ഥാന്റെ കൊറ്റയിലാണ്, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിലാണ് അർദ്ധസൈനിക വിഭാഗത്തിന് നേരെ ഇപ്പോൾ കാർ പൊട്ടിത്തെറിക്കുകയും വലിയ രീതിയിലുള്ള എന്താ പറയുക ഗുരുതരമായ പരിക്കുകളേൽക്കുകയും 13 പേർ മരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയും. അതായത് കൊടുക്കുന്നത് തിരിച്ചടിച്ച് ഓൺ ദ സ്പോട്ടിൽ കിട്ടുമെന്ന് നമ്മളൊക്കെ പറയും. ശരിയാണത്, വളരെയധികം ശരിയാണ്. കാരണം ഈ ഇന്ത്യയിലെ 26 നിരപരാധികളെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം പാകിസ്ഥാൻ തറയിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഇങ്ങനെ പറക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ എയർബേസുകൾ അടക്കം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം
അതൊക്കെ ഇനിയും പുനർനിർമ്മിച്ച് കൊണ്ടുവരണമെങ്കിൽ കോടികളുടെ ചിലവുണ്ട്. ഈ ഭീകരരെ വളർത്താനായി IMF-ൽ നിന്ന് കോടികൾ വാങ്ങുന്ന പാകിസ്ഥാന് ഇപ്പൊ നൂർഖാൻ എയർബേസ് അമേരിക്കയുടേതാണ്. സ്വാഭാവികമായും അത് അമേരിക്ക ശരിയാക്കി കൊടുക്കുമായിരിക്കാം. അമേരിക്കയ്ക്ക് പണമുണ്ട്, അമേരിക്ക ശരിയാക്കി കൊടുക്കും. കാരണം ഇന്ത്യ നൂർഖാൻ എയർബേസിൽ തൊട്ടപ്പോഴാണ് അമേരിക്കയ്ക്ക് ചങ്കിടിച്ചത്. പാകിസ്ഥാനോട് പറഞ്ഞത് മര്യാദയ്ക്ക് നിർത്തിക്കോ, ഇതോടുകൂടി അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ അവന്മാര് കയറി നിരങ്ങും. പിന്നെ നൂർഖാൻ എന്ന് മാത്രമല്ല പാകിസ്ഥാൻ പോലും ഉണ്ടാകില്ല. കാരണം ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത്, നമ്മുടെ സൈന്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ആത്മാഭിമാനം ഉണ്ടാവുകയാണ്. നമ്മുടെ സൈന്യം അത്രമാത്രം കരുത്തോടെയാണ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതും നമ്മുടെ ശത്രുക്കളെ തീർക്കാനായി ഒരിഞ്ച് പോലും ബാക്കി വെക്കാതെ അവിടുത്തെ ജനങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കണം. പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ മാത്രമല്ല, ആ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ മതത്തിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന പാകിസ്ഥാനിൽ ഇന്ത്യ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? അവിടുത്തെ ഭീകരരാണ് നമുക്ക് വെല്ലുവിളി, ഇന്ത്യക്ക് വെല്ലുവിളി അവിടുത്തെ ഭീകരരാണ്. ആ ഭീകരരെ തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു പൊതുവായ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും അവിടുത്തെ ഭീകരരുടെ കുടുംബാംഗങ്ങളെ തീർക്കുകയുമാണ് ചെയ്തത്. അല്ലാതെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരു പോറൽ പോലും ഇന്ത്യ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ആത്മാഭിമാനത്തോടെ വേണം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ എന്നുള്ളതാണ്. അപ്പോഴാണ് POK ഒരുപാട് നാളുകളായി തർക്കമാണ്. POK ഇന്ത്യയുടേതാണ്, പാക് അധീന കശ്മീർ, പാകിസ്ഥാൻ അതിനെ ആക്രമിച്ചെടുത്തതാണ്, അത് നമ്മുടേതാണ് എന്ന് ഇന്ത്യ പല ആവർത്തി പറയുന്നുണ്ട്. പാക് അധീന കശ്മീർ മാത്രമല്ല, കശ്മീരും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ നെറികേടുകളൊക്കെ കാണിക്കുന്നത്. ആ സമയത്താണ് ഇന്ത്യ പറയുന്നത് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല, വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല, ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ രക്തം. നിങ്ങൾ രക്തം ചീറ്റിച്ചാൽ പാകിസ്ഥാനെ മുഴുവൻ ഞങ്ങൾ ഇനി തകർത്ത് തരിപ്പണമാകുന്ന തരത്തിലേക്ക് ഞങ്ങളെ എത്തിക്കരുത് എന്നുള്ളത് ഈ സർക്കാരിനെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഓരോ അടിക്കും അത് ഇരട്ടിയായി തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ അവർക്ക് നേരിടാനുള്ള ഒരു ശക്തി പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം സൈന്യം എന്ന് പറയുന്നത് ഇപ്പൊ A ടീമും B ടീമും ഉണ്ട്. A ടീം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, ഭീകരത മനസ്സിൽ സൂക്ഷിക്കുന്ന സൈന്യം. മറ്റേത് മുഴുവനായി ഭീകരതയുമായി മുന്നോട്ട് പോകുന്ന ഒരു ടീം. അതാണ് പാകിസ്ഥാനിലെ സൈന്യം എന്ന് പറയുന്നത്. നമുക്ക് ഭീകരരെന്ന് പറയുന്നത് ഒരു കയ്യകലത്തിൽ പോലും നമ്മൾ നിർത്താത്ത ഒരു സംഭവമാണ് ഈ ഭീകരവാദം എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ മുക്കിന് അവിടുത്തെ മദ്രസകൾ മുഴുവൻ മദ്രസകളിൽ മതം പഠിപ്പിക്കുക എന്നതിനപ്പുറം അവിടെ ഭീകരവാദം ട്രെയിൻ ചെയ്യുക, ഭീകരരുടെ ആയുധങ്ങൾ ഒളിപ്പിക്കുക, ഇതൊക്കെയാണ് പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടുത്തെ പിന്നെ മദ്രസകൾ മുഴുവൻ നോക്കിയാൽ അങ്ങനെയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നത് മുഴുവൻ ഇന്ത്യ നമ്മുടെ ശത്രുരാജ്യമാണ്, ഇന്ത്യക്കെതിരെ തിരിയണം, ഇന്ത്യയെ തകർക്കണം, ഇതൊക്കെയാണ് അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാകിസ്ഥാന് തിരിച്ചടികളുടെ കാലം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അടിയോടടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.